Hello. 3 root AB into 6 root a raised to 4 into b raised to 4. ഇവിടെ നോക്കി 3 റൂട്ട് എ ബിനെ എ ബി റേസ് ടു 1/3 എന്ന് എഴുതാം. അതേപോലെ 6 റൂട്ടിനെ എ റേസ് ടു 4 ഇൻറ്റു ബി റേസ് ടു 4 ഹോൾ റേസ് ടു 1/6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കി എ റേസ് ടു 4 ഇൻറ്റു ബി റേസ് ടു 4 നമുക്കിങ്ങനെ എ ബി റേസ് ടു 4 എന്ന് എഴുതാം. അപ്പോൾ എ ബി റേസ് ടു 1/3 ഇൻറ്റു എ ബി റേസ് ടു 4 ഹോൾ റേസ് ടു 1/6. ഇത് നോക്കി എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എൻ ആണ്. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എ ബി റേസ് ടു 1/3 ഇൻറ്റു എ ബി റേസ് ടു 4 ഇൻറ്റു 1/6. 4ഉം 6ഉം കട്ട് ചെയ്ത് പോവും, 2/3 ആവും. അപ്പോൾ എ ബി റേസ് ടു 1/3 ഇൻറ്റു എ ബി റേസ് ടു 2/3. അപ്പോൾ എ ബി റേസ് ടു 1/3 ഇൻറ്റു എ ബി റേസ് ടു 2/3 ഇതെന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ്. ദാറ്റ് ഈസ് എ റേസ് ടു എം പ്ലസ് എൻ. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എ ബി റേസ് ടു 1/3 പ്ലസ് 2/3. 1/3 പ്ലസ് 2/3 എന്ന് പറയുന്നത് 3/3 വരും. 3/3 ഈസ് 1. ദാറ്റ് ഈസ് എ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ. അപ്പോൾ 3 റൂട്ട് എ ബി ഇൻറ്റു 6 റൂട്ട് എ റേസ് ടു 4 ബി റേസ് ടു 4 എന്ന് പറയുന്നത് എ ബി ആണ്.